ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമായ 20 സദ്യ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആദ്യം നമുക്ക് പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം അളവിൽ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പരിപ്പ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1.5 കപ്പ് അളവിൽ ഞാനിവിടെ വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പരിപ്പ് കറിക്ക് നെയ്യ് കൂടി ചേർത്ത് തയ്യാറാക്കിയാൽ. ഇനി നമുക്ക് ഈ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പരിപ്പ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് പാടില്ല. ചെറിയ ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 7-8 ചെറിയ ഉള്ളി വട്ടത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി താളിച്ചത് നമുക്ക് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ടതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീറ്റ്റൂട്ട് കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തൊലി കളഞ്ഞ് അതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ മാറ്റിയതിന് ശേഷം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സൈസിലാണ്, അത്യാവശ്യം വലിപ്പത്തിലാണ് ഞാനിവിടെ വെള്ളരിക്ക കട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം.
ഇനി അത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ വെള്ളരിക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരപ്പ് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചെടുത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തൈര് ചേർത്ത ഉടനെ തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പെല്ലാം പാകത്തിനുണ്ടെങ്കിൽ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം 1 പിഞ്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 750 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കനം കുറച്ചാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെയാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. ഈ ചീനച്ചട്ടിയിൽ വറുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു ഉരുളിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ആ രീതിയിലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇത് വറുത്തെടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7-8 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പച്ചമുളക് ഇടാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ള മുളകാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് അളവിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് വെള്ളത്തിൽ കുതിർത്ത ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇതുപോലെ നീളത്തിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും ഏത്തക്കായും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് അമരയ്ക്ക പയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളരിക്ക ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 പീസ് വഴുതനങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1 പീസ് മുരിങ്ങയ്ക്ക, അതുപോലെ 1-2 ക്യാരറ്റും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും
ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല. ഈ സമയം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഈ പച്ചക്കറികളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈരും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാമിൻ്റെ അളവിൽ നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ നാരങ്ങ എടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത നാരങ്ങ വേണം എടുക്കാനായിട്ട്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നാരങ്ങ ഏകദേശം നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് നാരങ്ങ കോരി മാറ്റാം. അതിനുശേഷം ഞാനിവിടെ ഓരോ നാരങ്ങയും 8 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. 4 പീസായിട്ട് വേണമെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നാരങ്ങ അച്ചാർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ മിസ്സായതാണ്. ഞാനിവിടെ ഒരു നാരങ്ങയും 8 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ അച്ചാർ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ പീസ് 2-3 നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 ചെറിയ പീസ് കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണുള്ളതെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പീസ്
ചെറിയൊരു കട്ടക്കായം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയിൽ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. ഉപ്പ് അലിഞ്ഞു വന്നിട്ടുള്ള വെള്ളമുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർക്കുന്ന സമയം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ മാങ്ങ വെന്തു പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് അത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പച്ചമുളക്, ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് വെള്ളരിക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെള്ളരിക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഈ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ തൈരാണ്. തൈര് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുള്ള തൈരാണ്. ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി. തൈര് ഒഴിച്ചാൽ ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിലൊന്ന് സ്ലൈസ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ അടുപ്പിലാണ് വേവിക്കുന്നത്. നമുക്കിത് വേകാനായിട്ട് അടച്ചു വയ്ക്കാം. പയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഈ സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 400-450 ഗ്രാം വരും. കുമ്പളങ്ങയുടെ പുറമേയുള്ള തൊലിയെല്ലാം കളഞ്ഞ് അകത്തുള്ള കുരുവും കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2ആയിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ 2ആം പാൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം തേങ്ങയുടെ 2ആം പാലും 1ആം പാലും എടുത്ത് വയ്ക്കണം. 1ആം പാലിൻ്റെ അളവ് ഒരു 1/2 മുതൽ 1/4 കപ്പ് വരെ മതിയാകും. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. നമുക്കിനി ഇത് തുറന്നു നോക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ കറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1ആം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയിലാണ് 1ആം പാൽ എടുക്കേണ്ടത്. അതുകൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ 1ആം പാൽ ഒഴിക്കുന്ന ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നല്ല രുചികരമായ ഓലൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീറ്റ്റൂട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു സവാളയും ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം.
ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതിലാണ് ഈ തോരൻ്റെ ടേസ്റ്റ്. അതിനുശേഷം നമുക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി ഞാനിവിടെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ചെറിയൊരു ബ്രൗൺ നിറമാകുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. നമുക്കിനി ഇത് അടച്ചു വെച്ച് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ആവിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ ബീറ്റ്റൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണ തോരൻ വയ്ക്കാറുണ്ട്, പക്ഷേ ഈ രീതിയിൽ തോരൻ തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള ഒരു ചേനയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ഈ സൈസിലൊന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ കളർ മാറിപ്പോകും. അതുകൊണ്ടാണ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇത് വെന്ത് വരുന്ന സമയം നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകമാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന നേന്ത്രക്കായയും ചേനയും വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ആ സമയം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. ഇനി നമുക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ സമയം തീ ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താലും മതി. ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിച്ചത്. അങ്ങനെ നല്ല രുചികരമായ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള 4 നേന്ത്രക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ 1 കിലോ വാങ്ങിച്ചതാണ്. അതിൽ നിന്ന് ഞാൻ 1 കായ മാറ്റിയിട്ടാണ് ബാക്കി 4 എടുത്തിരിക്കുന്നത്. കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു 800-850 ഗ്രാം വരും. അത് ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ് 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നെടുകെ മുറിച്ച് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരേ സൈസിൽ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ വെള്ളമെല്ലാം വാർന്നു പോകുന്നതിനായിട്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് വറുത്ത അരിപ്പൊടിയുടെ ആവശ്യമുണ്ട്. ഞാനിവിടെ അരി വറുത്ത് പൊടിച്ചാണ് എടുക്കുന്നത്.
ഒരു അരക്കപ്പ് അളവിൽ അരി വറുത്ത് ഞാനിവിടെ വച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നേന്ത്രക്കായ വറുത്തെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അത്യാവശ്യം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായൊന്ന് നോക്കാം. ഒരു കുഞ്ഞ് പീസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ഈ നേന്ത്രക്കായ ഇടാനായിട്ട്. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി വയ്ക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് മൊരിഞ്ഞു പോയും ഉൾവശത്തൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ പിന്നെ അതിനുശേഷം കുക്ക് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കുറച്ച് സമയം എടുത്ത് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എങ്കിലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് തയ്യാറാക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് തണുത്ത് പോകും. മറ്റേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് തന്നെ കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ഇളക്കിയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം നന്നായിട്ട് ബ്രൗൺ കളറായി പോകും. അതുപോലെ നമ്മളിത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമ്മളത് എടുത്ത് മാറ്റണം. ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് ഇത് കോരി മാറ്റുന്ന സമയത്തും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കോരി മാറ്റണം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇടുന്ന ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിം ആയിരിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മൾ പതിയെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് കുറച്ച് അല്പം സമയം എടുക്കും. സമയം എടുത്ത് തന്നെ കുക്ക് ചെയ്യണമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതും ആയിട്ടുണ്ട്. നമുക്ക് അത് ഇതുപോലെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നേന്ത്രക്കായ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിനാവശ്യമായ ശർക്കര പാനി തയ്യാറാക്കാം. ഞാനിവിടെ 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് മതിയാവും. കൂടുതൽ വെള്ളമായി പോയി പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരും. അങ്ങനെ ശർക്കര പാനി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അത് അരിച്ച് വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു നീൾപ്പരുവം കഴിഞ്ഞ് ഒരു 2 മിനിറ്റും കൂടെ വച്ചിരിക്കണം. അത് എങ്കിൽ മാത്രമേ ഈ ശർക്കര പാനി നല്ല പാകമാകുള്ളൂ. ശർക്കര വരട്ടി തയ്യാറാക്കുമ്പോൾ അങ്ങനെ വേണം തയ്യാറാക്കാനായിട്ട്. ശർക്കര പാനി നന്നായിട്ട് പാകമായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ ശർക്കര എല്ലാ ഭാഗത്തും കായയുടെ എല്ലാ ഭാഗത്തും ആകുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ നന്നായിട്ട് കട്ടിയാകും. അത് പ്രശ്നമില്ല. നമ്മൾ ഇളക്കി വരുമ്പോൾ ഈ തണുക്കുന്നതിനനുസരിച്ച് ഇത് വിട്ട് വന്നോളും. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് നല്ലതായിട്ട് വിട്ട് കിട്ടും. ആദ്യം നന്നായിട്ട് കട്ടിയാവുമ്പോൾ ഈ തണുക്കുന്നതിനനുസരിച്ച് ഇത് സെപ്പറേറ്റ് ആയിക്കോളും. അങ്ങനെ നമുക്ക് നല്ല എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്ന് ഇതിനെ സാധാരണ പറയാറുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കണം. 1/2 കപ്പ് സാമ്പാർ പരിപ്പ് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പരിപ്പ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി, അതുപോലെ ഒരു 5-6 കഷ്ണം ചേമ്പിൻ്റെ പീസ്, അതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിനൊക്കെ പ്രത്യേകിച്ച് അളവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ക്യാരറ്റ്, പടവലങ്ങ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ 2 എണ്ണം എടുത്തിട്ടുണ്ട്, അമരയ്ക്ക ഒരു 8-10 എണ്ണം, മത്തങ്ങ 1 കപ്പ് എടുത്തിട്ടുണ്ട്, വെള്ളരിക്ക 1 കപ്പ്, മുരിങ്ങയ്ക്ക 1, സാമ്പാർ മുളക് 3 എണ്ണം. ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്ത വെജിറ്റബിൾസൊക്കെ കുറച്ച് നേരം വേവാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ടാണ് തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാത്തത്. വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം.
കട്ട കായം ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളി മതിയാകും. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് രസം തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പീസ് വലിയ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 10 ചെറിയ ഉള്ളിയും ഒരു 7 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു തക്കാളി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലാണ് പുളി എടുത്തിരിക്കുന്നത്. അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 15-20 കുരുമുളകും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അവസാനം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഈ രസത്തിന് ടേസ്റ്റ് കൂട്ടുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഒരു 10-20 ചെറിയ ഉള്ളിയുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തീരെ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ കൂട്ടുകറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഈ തേങ്ങ വറുത്ത് അരച്ചെടുക്കുന്ന അരപ്പാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഈ ഉരുളൻ കിഴങ്ങിലേക്ക് നമുക്കിനി ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം.
ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് അടച്ചു വയ്ക്കാം. കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി ഞാനിവിടെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കൂട്ടുകറിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ 1 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ്. ഞാനിവിടെ ചെറിയൊരു മൺകലത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. നമുക്കിനി കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ ഈ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് കുറച്ച് സമയം ഒന്ന് വേവിക്കാം അടച്ചു വെച്ച്. പയർ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പയർ ഏകദേശം ഒരു 1/4 വേവായാൽ മതിയാവും. അതായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് മത്തങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ഈ സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മത്തങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കണം. നമുക്കിനി ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ വൻപയറിൽ വേവിക്കാനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം. പൊടി ആയതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പയറും മത്തങ്ങയും വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. മത്തങ്ങ വെന്തോ എന്ന് നോക്കുന്നതിനായിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒരു പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങ് വെന്തുടഞ്ഞു പോകണ്ട. നമുക്ക് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്കിതൊന്ന് അരപ്പ് വേവുന്നതിനായിട്ട് കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം കൂടെ ഇതിൽ വറ്റി വരാനായിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. കറി നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. ഞാൻ 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തേങ്ങയാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ എരിശ്ശേരിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ തേങ്ങയും ഈ കടുക് താളിക്കുന്നതാണ്. അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല, കടുക് താളിച്ചിട്ടാലും മതിയാകും. പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് തേങ്ങയും കൂടെ കുറച്ച് നന്നായിട്ടൊന്ന് വറുത്തിടുന്നത്. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പല വിധത്തിലുള്ള പരിപ്പുകളുണ്ട്, പക്ഷേ കടലപ്പരിപ്പാണ് കടലപ്രഥമൻ തയ്യാറാക്കുന്നതിന് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ 500 ഗ്രാം അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കിത് വേവിച്ചെടുക്കാം. ഈ സമയം നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 തേങ്ങ ചിരകിയതാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. മീഡിയം സൈസുള്ള തേങ്ങയാണെങ്കിൽ 4 എണ്ണം എടുക്കണം. നല്ല മൂത്ത് പോകാത്ത തേങ്ങയാണ് ഈ തേങ്ങാപ്പാൽ എടുക്കുന്നതിന് ഏറ്റവും നല്ലത്. നല്ലവണ്ണം പാല് കിട്ടും. അങ്ങനെയുള്ള തേങ്ങയാണ് എടുക്കേണ്ടത്. നല്ല കരിഞ്ഞൊന്നും പോകാത്ത തേങ്ങയാണ് എടുക്കേണ്ടത്. അങ്ങനെ ഞാനിവിടെ തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. പ്രഥമൻ തയ്യാറാക്കുന്നതിനായിട്ട് 3 പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം.
അതിനായിട്ട് ഞാനിവിടെ 800 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കടലപ്രഥമൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് നല്ലതുപോലെ ഉടച്ചെടുക്കേണ്ടതില്ല. അത്യാവശ്യം ഒന്ന് താവി കൊണ്ട് തന്നെ നമുക്കത് ഉടച്ചെടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് ഈ കടല ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഈ നെയ്യിലൊന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. എങ്കിൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടൂ. കടലപ്പരിപ്പ് നല്ലതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ കടലപ്രഥമൻ തയ്യാറാക്കുമ്പോൾ കറുത്ത ശർക്കര എടുക്കുന്നതാണ് നല്ലത്. വെള്ള ശർക്കരയാണെങ്കിൽ അത്രയ്ക്ക് കളർ കിട്ടത്തില്ല. ഇനി 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ കടലപ്പരിപ്പും ശർക്കര പാനിയും കൂടെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. എങ്കിൽ മാത്രമേ പായസത്തിന് നല്ല ടേസ്റ്റ് കിട്ടൂ. ഇത് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 100 ഗ്രാം അളവിൽ ചവ്വരി എടുത്ത് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 3-ാം പാലിലാണ് ഞാനിവിടെ ചവ്വരി കുതിർത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചവ്വരി പ്രത്യേകിച്ച് വേവിച്ച് വേണമെങ്കിലും ഈ കടലപ്പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നേരിട്ട് ഇങ്ങനെ ചേർത്ത് വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കടലപ്രഥമൻ തയ്യാറാക്കുമ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ പായസം തയ്യാറാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പായസത്തിന്. അതുകൊണ്ട് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇടയ്ക്കിടയ്ക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് ഒഴിച്ച് ഇളക്കി യോജിപ്പിച്ച് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് വീണ്ടും 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ പായസത്തിൻ്റെ പാകം എന്ന് പറയുന്നത് ചവ്വരി നന്നായിട്ട് വെന്ത് കിട്ടുന്ന ഒരു പാകമാണ്. ഈ ചവ്വരി വെന്ത് വരുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാം. കടലപ്രഥമൻ നല്ലതുപോലെ പാകത്തിനായിട്ടുണ്ട്. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാനായിട്ട് പാടില്ല. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര ചേർത്ത് പായസം തയ്യാറാക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യരുത്. കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കടലപ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ കടലപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് 2 വലിയ തേങ്ങ ചിരകി
അതിൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് എന്നിങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഇതുപോലെ ഒന്ന് ചവ്വരി ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ 80 ഗ്രാം ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. അതിലൊന്ന് 3-ാം പാലൊന്ന് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അട വേവിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 250 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുത്തുവിളക്കിൻ്റെ അടയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ അട വേവിക്കാനായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അട വെന്തോന്ന് നോക്കാം. അട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം ഒന്ന് നല്ല പച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. വീണ്ടും ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത അട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 500 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കവറിൽ വെച്ച് തന്നെ അത് പൊട്ടിച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് തന്നെ ഉരുക്കി കിട്ടും. ഇനി ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഈ പതയൊക്കെ ഒന്ന് മാറ്റാം. അത് ശർക്കരയുടെ അഴുക്കാണ്, അതൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിക്കളയാം. ഇനി നമുക്ക് പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കാം. ഉരുളി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഈ അട നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കണം. ശർക്കരയിൽ നല്ലതുപോലെ കല്ലും അഴുക്കും പൊടിയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ മാറുന്നതിനായിട്ട് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറേ സമയം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ കട്ട ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ ശർക്കരയും അടയും കൂടെ നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഒഴിക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അട നല്ലതുപോലെ ഒന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 3-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം. നല്ല പച്ച തേങ്ങ എടുക്കുന്നതാണ് തേങ്ങാപ്പാൽ എടുക്കുന്നതിന് ഏറ്റവും നല്ലത്. 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അതുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചവ്വരി വെന്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നല്ല ഗ്ലാസ് പോലെ ഇരിക്കും. ആ ഒരു ടൈം ആകുമ്പോഴാണ് ചവ്വരി വെന്തെന്ന് മനസ്സിലാകുന്നത്. ചവ്വരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്ന 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവെന്ന് പറയുന്നത് 2-3 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ അളവനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ സമയം നമുക്ക് ചവ്വരി വെന്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അര ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചവ്വരിയും ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പായസം ഏകദേശം ഒന്ന് പാകമായി വരുന്നുണ്ട്. ഞാനിവിടെ ആദ്യം കുറച്ച് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇത് കുറച്ചുകൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒന്ന് വറ്റി വരണം. അതിനുശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളച്ച് പോകാൻ പാടില്ല. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ഒരു പച്ചക്കുത്തുണ്ടാവും. അതുകൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അവസാനം കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെർമിസെല്ലി പായസം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായ നെയ്യിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഈ പാനിലേക്ക് തന്നെ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. കുറച്ച് നീളത്തിലുള്ള വെർമിസെല്ലിയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ചില വെർമിസെല്ലി വറുത്തതായിരിക്കും, എന്നാലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് വറുത്ത വെർമിസെല്ലി അല്ല, അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഞാൻ വറുത്തെടുക്കുകയാണ്. വെർമിസെല്ലി നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് ടോട്ടൽ എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ആദ്യം 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് 2 സ്റ്റെപ്പായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടുത്ത 1/2 ലിറ്റർ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കുന്നതിന് മുന്നേ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പായസമൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പായസം അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പായസത്തിന് കുറച്ച് നെയ്യ് ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഈ വെർമിസെല്ലി പായസം തയ്യാറാക്കുന്നത്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ അല്പസമയം വെർമിസെല്ലി ഒന്ന് വേവിക്കണം. അപ്പോൾ ഒരുപാടൊന്ന് വെന്ത് അങ്ങ് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം നമ്മളൊന്ന് അല്പസമയം ഒന്ന് വേവിച്ചാൽ മതിയാവും. നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുകയാണ്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ മധുരത്തിനനുസരിച്ച് വേണം ചേർക്കാൻ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1/2 ലിറ്റർ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അവസാനം ചേർക്കുന്നതാണിത്. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല തിക്കായി പോകും. ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ മധുരം നോക്കണം. മധുരം കുറവാണെങ്കിൽ അല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. എനിക്ക് അല്പം മധുരം കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പായസത്തിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്നതാണ്. അതും കൂടെ നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെർമിസെല്ലി പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇത് പല രീതിയിലും തയ്യാറാക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചവെള്ളമാണ്, ഞാൻ തിളപ്പിച്ച വെള്ളമല്ല എടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ബോൾസാക്കി മാറ്റിയെടുക്കാം. കുഞ്ഞു ബോൾസായിട്ടാണ് ഇത് ഉരുട്ടിയെടുക്കേണ്ടത്. എല്ലാം ഞാനിവിടെ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഉരുട്ടി വെച്ചിരിക്കുന്ന ചെറിയ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആയതിനു ശേഷമാണ് നമ്മളിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനായിട്ട് ഇടയുണ്ട്. നമ്മൾ ഈ ബോൾസ് എല്ലാം എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം വച്ചിരിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. നല്ല ഹാർഡായിട്ട് കിട്ടുന്ന വിധത്തിലാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ കളിയടയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്